ഹലോ ഗ്രാസിയസ്. 2-3 വാക്കുകൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ബാർസലോണ വന്നിട്ട് ഒരു തല്ലുപിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാർസലോണ സിറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മെട്രോ ഒക്കെ പിടിച്ചിങ്ങനെ പോവാണ് കേട്ടോ. ഇതെൻ്റെ 3rd പാർട്ടാണ് ബാർസലോണയിൽ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗോത്തിക് ക്വാർട്ടേഴ്സ്. ഇതാണ് കാസ മില ആൻഡ് കാസ ബെറ്റ്ലോ. എപ്പോഴും പോലെ തന്നെ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. ആകി ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. കംപ്ലീറ്റ് ഒരു മെഡീവൽ ആർക്കിടെക്ചർ തീമിലുള്ള ഒരു സിറ്റി. കാസ മില ആൻഡ് കാസ ബാറ്റ്ലോ രണ്ടും ചെരിഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങാണ്. അറിയാലോ, നമ്മളുടെ ആന്റണിയോ ഗൗഡിക്ക് സ്ട്രെയിറ്റ് ലൈൻസ് പണ്ടേ ഇഷ്ടമല്ല. ഈ മെഡീവൽ തീംഡ് ആർക്കിടെക്ചർ ബിൽഡിങ്സിനകത്തൊക്കെ ലക്ഷറി ഷോപ്സുകളാണ് ഉള്ളത് കേട്ടോ. ഇഗ്നോർ മൈ ഐസ്. കണ്ണുരോഗം വന്നിട്ട് കണ്ണിങ്ങനെ ചുവന്ന് പഴുത്തിരിക്കുക. ഞങ്ങൾ അങ്ങനെ ഫുഡും വൈൻസൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഗോത്തിക് ക്വാർട്ടേഴ്സിനകത്ത് തന്നെ. പക്ഷേ താപ്പാസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൂടുതലുള്ളത്. അത് നമ്മളെ നാട്ടിലെ തട്ടുകട, അതാണ് ഇവിടുത്തെ താപ്പാസ്. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണ് ടാപ്പാസിൽ. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി വൈൻസൊക്കെ 2-3 ടേസ്റ്റ് ചെയ്തു. അതേപോലെ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഫുഡ് ഐറ്റമാണ് പയല ടേസ്റ്റ് ചെയ്തു. ത്രിമിസു കേക്ക് ട്രൈ ചെയ്തു. അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളുടെ സൈഗസ് എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റൽ ടൗണിലോട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ച് ട്രെയിൻ എടുക്കണം കേട്ടോ. ഈ മ്യൂസിക് എക്യുപ്മെൻറ്റ് കാണാൻ നല്ല രസമില്ലേ? ഒരുപാട് സ്ട്രിങ്സോട് കൂടിയ. എനിക്ക് പെട്ടെന്ന് ശരണ്യയുടെ സാലറി ഓർമ്മ വന്നു. പോണ്ടിച്ചേരി ഓറോ വില്ലയിൽ വെച്ചിട്ട് അവൾ വാങ്ങിച്ച സാധനം. അങ്ങനെ തിരിച്ച് സൈഗസിലെത്തിയപ്പോഴാണ് ഇവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാർണിവൽ കാണുന്നത്. കംപ്ലീറ്റ് അഡൾട്ട് ഹ്യൂമറൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാർണിവൽ. റാഡിക്കൽ ഓപ്പൺനെസ്സും സ്ട്രോങ് LGBTQ പ്രസൻസും ഉള്ളൊരു കാർണിവൽ. ഭയങ്കര അഗ്രസീവ് എനർജിയോട് കൂടിയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത പാട്ടിൽ കാണുന്നവരെ ഗ്രാസിയസ്.